നിങ്ങളൊരു ഹാർഡ് കോർ എം ജെ ഫാൻ ആണെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റുകളിൽ ഇപ്പോഴും എം ജെയുടെ ട്രാക്സ് പ്ലേ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആളുടെ ഇൻ്റർവ്യൂസും വീഡിയോ ആൽബംസും ഒക്കെ റീവിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇടം വല്ലം നോക്കണ്ട, ടിക്കറ്റ് എടുത്തോ. ദിസ് മൂവി വോണ്ട് ഡിസപ്പോയിന്റ് യു. മൈക്കിൾ, ദ ബയോപിക് ഓഫ് മൈക്കിൾ ജാക്സൺ, ഡയറക്റ്റഡ് ബൈ ആന്റോൺ ഫുക്വ. മോർ ദാൻ എ ബയോപിക്, എനിക്ക് പേഴ്സണലി തോന്നിയത് ആളുടെ പാട്ടുകളെല്ലാം കോർത്തിണക്കിയൊരു മെഡലിയിൽ ആളുടെ സെലിബ്രേഷൻ ഓഫ് ലൈഫ് ജേണി പ്ലേസ് ചെയ്ത പോലെയാണ് തോന്നിയത്. സ്റ്റാർട്ടിങ് ഫ്രം ജാക്സൺസ് ഫൈറ്റ് ടു ബാഡ്. സോ ചാൻസസ് ആർ ഹൈ ടു സീ ദ സീക്വൽ ഫ്രം ബാഡ് ടു ഇൻവിൻസിബിൾ. പല ആർട്ടിക്കിൾസിലും ഇൻ്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുള്ളതാണ് ആളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോബീസിനെ പറ്റിയിട്ട്. അതിപ്പോൾ ടോയ്സ് കളക്ഷൻ ആയിക്കോട്ടെ, പെറ്റ്സ് ആയിക്കോട്ടെ, പിന്നെ ഒബ്സഷൻ ടുവേർഡ്സ് എ ക്യാരക്ടർ, ഫിക്ഷണൽ ക്യാരക്ടർ പീറ്റർ പാൻ ആയിക്കോട്ടെ, അതൊക്കെ നല്ല രീതിയിൽ ഈ മൂവിയിൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ആളുടെ പാട്ടിലെ ലിറിക്സ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷേ ലോ ആയിരിക്കുന്ന നമ്മളെ ഹൈ ആക്കാനുള്ള എന്തോ ഒരു മാജിക്ക് ആളുടെ മ്യൂസിക്കിനും ബീറ്റ്സിനുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഹൈ മൊമെൻറ്റ്സ് ഈ മൂവി എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ടൈറ്റിൽ കാർഡ്, പിന്നെ മേക്കിംഗ് ഓഫ്, ത്രില്ലർ ആൻഡ് ബീറ്റ് ഇറ്റ്, പിന്നെ ബെല്ലി ജീൻ സ്റ്റേജ് ഷോ ആൻഡ് ക്ലൈമാക്സ് സ്റ്റേജ് ഷോ. ഇത് 4ഉം ഹൈ 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 വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പെർഫോമൻസ് വൈസ് 3 പേരായിരുന്നു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഫസ്റ്റ് വൺ കോൾമാൻ ഡൊമിംഗോ ആസ് എം ജെസ് ഫാദർ ജോ ജാക്സൺ. സെക്കൻഡ് വൺ ജൂലിയാനോ വാൽഡി, എം ജെയുടെ യങ്ങർ വേർഷൻ ചെയ്തിട്ടുള്ള കുട്ടി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൈക്കിൾ ജാക്സൺ എന്ന ഐക്കോണിക് ക്യാരക്ടറിനെ പ്ലേ ചെയ്ത ജഫാർ ജാക്സൺ. വാട്ട് എ പെർഫോമൻസ്! ആളുടെ ഡെബ്യൂ മൂവിയിൽ ഇമാതിരി പെർഫോമൻസ് ആണെങ്കിൽ സച്ച് എ ടാലൻറ്റഡ് ആക്ടർ ഹീസ്. ഇത്രയും ടോപ്പ് നോച്ച് ആയിരുന്നു ആ ക്യാരക്ടറിനോടുള്ള ജഫാർ ജാക്സൻ്റെ അപ്രോച്ച്. ആളുടെ സ്റ്റൈല്, ആറ്റിറ്റ്യൂഡ്, ഡാൻസ് മൂവ് ഒക്കെയാണ് ഇതിൽ മെയിൻ. അതൊക്കെ അരച്ച് കലക്കി കുടിച്ച് ഒരു ഇഞ്ച് പോലും നമുക്ക് മൈക്കിൾ ജാക്സനെ സ്ക്രീനിൽ മിസ് ചെയ്യാത്ത രീതിയിലാണ് ആൾ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ, ഇഫ് യു ലവ് സിനിമ ആൻഡ് ഇഫ് യു വാണ്ട് ടു സീ യുവർ ഫേവറേറ്റ് ആക്ടേഴ്സ് പെർഫോമിംഗ്, ഗോ ടു തിയേറ്റേഴ്സ് ആൻഡ് എൻജോയ് ദ മൂവി. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം.